ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏർലി മോർണിംഗിലാണ്. ഏർലി മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം സമയം 12 AM ആണ് കേട്ടോ. ഇന്ന് ഇക്കാക്ക സൗദിയിലേക്ക് തിരിച്ചു പോവാണ്. ഒരു മാസത്തെ ലീവിന് ശേഷം അവൻ തിരിച്ചു പോവാണ്. അതിൻ്റെ കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. വെൽക്കം ടു അഫ്സീസ് വേൾഡ്. ഇറ്റ്സ് മീ യുവർ അഫ്സി. ഇക്കാക്കക്ക് സർജറീൻ്റെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് അവനിപ്പം ഒരു മാസത്തേക്ക് ലീവ് എടുത്തിട്ട് വന്നതാണ്. അവന് ജസ്റ്റ് ഓക്കെ ആയിട്ടേ ഉള്ളൂ. ഇപ്പോഴും ലിക്വിഡ് ഫുഡ്സ് ആണ് കഴിക്കുന്നത്. അവന് ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും കഴിച്ച് തുടങ്ങിയിട്ടില്ല. ഇങ്ങനെ 3 months കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവന് കാര്യമായിട്ട് ഫുഡൊന്നും കഴിക്കാനായില്ലല്ലോ എന്നുള്ളൊരു വിഷമമൊക്കെ എല്ലാവർക്കും ഉണ്ട്. അവൻ്റെ ഹെൽത്ത് ഒരു 70% ഓക്കെ ആയിട്ടുള്ളൂ. ബാക്കി ഓക്കെ ആയി വരുന്നേ ഉള്ളൂ. ടൈം എടുക്കും, അറിയാലോ. കുറച്ച് ഹെവി ആയിട്ടുള്ള മേജറായിട്ടുള്ള ഒരു സർജറി തന്നെയാണ് കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ട്. എല്ലാ പ്രാവശ്യം പോകുന്നതിനേക്കാളും കുറച്ചധികം വിഷമം എല്ലാവരുടെയും ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഉമ്മ അവൻ്റെ പിന്നാലെ തന്നെ നടക്കുന്നുണ്ട്. ഇക്കാക്കൻ്റെ കൂടെ പോകുന്നത് ഉപ്പയും അനിയനും അനിയത്തിൻ്റെ ഹസ്ബൻഡും പിന്നെ മനും ഹനയും മാത്രമാണ് കേട്ടോ. ബാക്കി എല്ലാവരും ഉറങ്ങാണ്, കുട്ടീസ് എല്ലാവരും ഉറങ്ങാണ്. അപ്പോൾ അവർ മാത്രമേ പോകുന്നുള്ളൂ. അങ്ങനെ അവനെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് ഞാൻ രാവിലെ എണീറ്റു. എല്ലാവരും പോയി കിടന്നായിരുന്നു കേട്ടോ. അവൻ പോയി കഴിഞ്ഞപ്പം ഉമ്മയും ഇക്കാക്കൻ്റെ വൈഫും ഞാനും എല്ലാവരും പോയി കിടന്ന് കുറേ സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ എണീറ്റത്. അങ്ങനെ രാവിലെ എണീറ്റ് ഞാൻ പല്ല് തേപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, വ്ളോഗൊന്നും എടുക്കാനുള്ള മൂഡൊന്നുമില്ല. ഈ വോയിസ് ഓവർ കൊടുക്കുന്ന തന്നെ ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും പോയിട്ട്. അതിന് ശേഷമാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. എന്താ പറയുക, പെട്ടെന്ന് ഇപ്രാവശ്യം അവൻ വന്നിട്ട് അവൻ്റെ കൂടെ തന്നെ ആയിരുന്നു എന്ന് പറയുന്ന രീതിയിലായിരുന്നു കേട്ടോ. ഞാൻ കുറേ ദിവസം അവിടെ പോയി നിന്നിട്ടുണ്ട്. അവന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ സമയത്തൊക്കെ കുറേ ദിവസം അവിടെ നിന്ന് പോയല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അവനുമായിട്ട് കൂടുതൽ അറ്റാച്ച് ചെയ്ത് നിന്നതിൻ്റെ പ്രശ്നമുണ്ട്, അവനും ഉണ്ട്. എന്താ പറയുക, എല്ലാവർക്കും സ്റ്റേഷൻ റെഡി ആയി വരുന്നേ ഉള്ളൂ. എന്നേക്കാളും കൂടുതലായിരിക്കില്ല ഇക്കാക്കൻ്റെ വൈഫിനും മക്കൾക്കും ഒക്കെ. ഇക്കാക്കൻ്റെ വലിയ മോൾക്ക് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ഇക്കാക്ക പോകുന്ന ദിവസം അവൾ വല്ലാണ്ട് കരയും വിഷമിക്കുകയും ഒക്കെ ചെയ്യും. അവൾ കരയുന്ന കാണുമ്പോഴാണ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമം വരിക കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പം ഇന്നിവിടെ ചപ്പാത്തിയും മുട്ട റോസ്റ്റുമാണ്. ഉമ്മ ചപ്പാത്തിക്ക് കുഴക്കുന്നുണ്ട്, ഇക്കാക്കൻ്റെ വൈഫ് മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്ന പരിപാടിയിലൊക്കെയാണ് കേട്ടോ. ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് റെഡിയായി വന്നപ്പോഴേക്ക് ഇവിടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ മുട്ട റോസ്റ്റ് ഇക്കാക്കൻ്റെ വൈഫ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഉണ്ടാക്കി വരാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. എനിക്കാണെങ്കിൽ കുറച്ച് ലേറ്റായി. അപ്പോൾ ഫ്രിഡ്ജിൽ മീൻകറി ഉണ്ട്, തലേദിവസത്തെ മീൻകറി ഉണ്ട്. അത് ചൂടാക്കി കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ വേഗം അത് ചൂടാക്കി എടുത്തിട്ട് പെട്ടെന്ന് കഴിക്കാൻ കേട്ടോ. തീരെ ടൈമില്ല, ലേറ്റായി. ഞാൻ ഓൾറെഡി ലേറ്റായിട്ടാണ് എണീറ്റത്. അറിയാമല്ലോ, നമ്മൾ സ്വന്തം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ മടി നമ്മുടെ കൂടെ ഉണ്ടാകും. ഇവിടെ എന്താണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിൽ എന്താ പറയുക, എല്ലാം ഞാൻ ഇടിപെടിന്ന് എണീറ്റ് എനിക്കൊരു കറക്റ്റ് ഷെഡ്യൂളുണ്ട്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഷെഡ്യൂളും ഇല്ല, ഒരു കാര്യവും ഇല്ല കേട്ടോ. എല്ലാം ഇങ്ങനെ എന്താ പറയുക, തോന്നിയവാസം പോലെയാണ്. തോന്നിയ പോലെ തോന്നുമ്പോൾ കുളിക്കുക, തോന്നുമ്പം കഴിക്കുക, തോന്നുമ്പോഴൊക്കെ കിടന്നുറങ്ങുക, അങ്ങനത്തെ പരിപാടിയാണ്. ഇന്നിപ്പം ഞാൻ രാവിലെ ചപ്പാത്തിയും മുട്ട റോസ്റ്റുമാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. അതിപ്പോൾ ഞാൻ വീട്ടിലാണെങ്കിലും രാവിലെ എന്താണോ ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് കൊണ്ടുപോകാറ്. എന്തായാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും കറി ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് പിന്നെ ഞാൻ ചോറ് വെക്കാറില്ല കേട്ടോ. അതാകുമ്പം ഇനി ചോറ് വെച്ച് വേറൊരു കറി ഉണ്ടാക്കി അങ്ങനെ കൊണ്ടുപോകണ്ടേ, എനിക്ക് സമയമില്ലല്ലോ. കുട്ടികൾക്ക് 8 മണിയാകുമ്പോഴേക്ക് അവരെ കൊണ്ടുവിടുകയും വേണം. ആ ടൈമിനുള്ളിൽ എല്ലാം സെറ്റ് ആവണമല്ലോ. ഇതിപ്പോൾ തന്നെ ഞാൻ രാവിലെ ഉണ്ടാക്കിയ മുട്ട റോസ്റ്റ് എന്നും ചെയ്യുന്ന പോലെ വെള്ളത്തിൽ വെച്ച് ചൂട് കുറച്ചിട്ടാണ് ഞാൻ നമ്മളുടെ പ്ലാസ്റ്റിക് ടിഫിനിലേക്ക് വെക്കുന്നത്. ഇത് പ്ലാസ്റ്റിക് പാത്രം ആയതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നല്ലോണം ചൂട് കുറച്ചിട്ടേ ഞാൻ അതിലേക്ക് മാറ്റാറുള്ളൂ. നിങ്ങൾക്ക് ഇതുപോലത്തെ ടിഫിൻ ബോക്സ് ഉണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ ചെയ്യണം കേട്ടോ. ഇത് എനിക്ക് പറ്റിയ മണ്ടത്തരാണ്. ഞാൻ വാങ്ങുന്ന സമയത്ത് ഇത് പ്ലാസ്റ്റിക് ആണല്ലോ, ചൂടുള്ളത് ഒഴിക്കാൻ പറ്റില്ലല്ലോ എന്നൊന്നും ചിന്തിച്ചില്ല, അതുകൊണ്ട് പറ്റിയതാണ്. അപ്പം നിങ്ങൾ യൂസാക്കുമ്പോൾ മാക്സിമം സ്റ്റീലിൻ്റെ തന്നെ യൂസാക്കുക, അതായിരിക്കും നമ്മളുടെ ഹെൽത്തിന് നല്ലത്. എൻ്റെ കൂടെ അയമോളും ഉണ്ട് കേട്ടോ. അവളാണ് ഇങ്ങനെ ടിഫിൻ അമർത്തുന്നത്. ഞാൻ പോവാന്ന് കണ്ടപ്പോൾ പിന്നെ എൻ്റെ എളിയിൽ നിന്ന് ഇറങ്ങുന്നില്ല കേട്ടോ. അങ്ങനെ ഇതാ രാവിലത്തെ യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഞാൻ എന്താ ബസ്സൊക്കെ ഇറങ്ങിയിട്ട് നടന്നിട്ട് പോവാണ്. ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് ബസ് ഇറങ്ങുന്ന സ്റ്റോപ്പ്, മാനാഞ്ചിറ പോലീസ് സ്റ്റേഷൻ്റെ സൈഡിൽ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വിശേഷങ്ങളായിട്ട് കാണുന്നവരെ ബൈ.